നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അറിവിന്റെ അക്ഷരസുഗന്ധം. വിജയദശമി നാളിൽ അറിവിന്റെ മധുരം നുകർന്ന് കുരുന്നുകൾ. കേരള കൗമുദി തിരുവനന്തപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിദ്യാരംഭത്തിൽ ജാതിഭേദമന്യേ ആദ്യാക്ഷരം കുറിച്ചത് 300ഓളം കുട്ടികൾ. SNDP ഹാളിൽ നടന്ന ചടങ്ങിൽ കുരുന്നുകളെ അറിവിലേക്ക് നയിച്ച് ജസ്റ്റിസ് ശ്രീദേവി, A. ഹേമചന്ദ്രൻ, ഡോക്ടർ മാർത്താണ്ഡപിള്ള, ബിജു പ്രഭാകർ, M. ചന്ദ്രദത്തൻ, ഗോമതി അമ്മാൾ, B. അരുന്ധതി എന്നിവർ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും തിരൂർ തുഞ്ചൻ പറമ്പിലും ആദ്യാക്ഷരം കുറിക്കാൻ വൻ ജനത്തിരക്ക്. പൊള്ളുന്ന വിവാദം. ബന്ധുനിയമന വിവാദത്തിൽ EP ജയരാജന് കുരുക്കുമുറുകുന്നു. വിഷയത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി കൂടി അതൃപ്തി അറിയിച്ചതോടെ പാർട്ടി നടപടി ഉറപ്പായി. അതേസമയം ജയരാജനെ വ്യവസായ മന്ത്രി സ്ഥാനത്ത് നിന്ന് ഉടൻ മാറ്റാൻ ഇടയില്ല. ആശ്രിത നിയമനം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്ന് പൊളിറ്റ് ബ്യൂറോയിൽ അഭിപ്രായം. വിവാദങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കാനും സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം. സർക്കാർ വെട്ടിലായത് PK ശ്രീമതിയുടെ മകന്റേതുൾപ്പെടെ 6 നിയമനങ്ങളിൽ. അതേസമയം ജയരാജനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടായിട്ടും കാര്യമായ നടപടിയെടുക്കാതെ വിജിലൻസ്. വ്യവസായ മന്ത്രിയുടെ സ്വജന പക്ഷപാതം അഴിമതിയായി കണക്കാക്കി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷം. ജാഗ്രതയിൽ രാജ്യം. തീവ്രവാദ ഭീഷണിക്ക് പിന്നാലെ 250-ലേറെ തീവ്രവാദികൾ അതിർത്തി കടന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇന്ത്യൻ മിന്നലാക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഒരുങ്ങി കശ്മീരിലേക്ക് നുഴഞ്ഞുകയറിയത് ലഷ്കർ എ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ ഭീകര സംഘടനകളിൽപ്പെട്ടവർ. അധിനിവേശ കശ്മീരിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തതിനു മുൻപേ തീവ്രവാദികൾ കശ്മീരിലേക്ക് നുഴഞ്ഞുകയറിയതായി വിവരം. ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ ഭീകരർക്ക് പാക് ഉന്നത കേന്ദ്രങ്ങൾ നിർദ്ദേശം നൽകിയതായും സൂചന. അതിർത്തിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത ജാഗ്രത. അതേസമയം നിയന്ത്രണ രേഖയിൽ ഏത് ആക്രമണത്തെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം സജ്ജമെന്ന് പ്രതിരോധ മന്ത്രാലയം. നൌഷേര, പുൽവാമ, പൂഞ്ച് മേഖലകളിൽ പ്രത്യേക സൈനിക വിന്യാസം. അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾക്കും തുടർച്ച. ഒടുവിലെ ഇടപെടൽ. ഗോസംരക്ഷണത്തിന്റെ പേരിലുള്ള ആക്രമണങ്ങളെ അപലപിച്ച് RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത്. ജാതിയുടെ പേരിലുള്ള അതിക്രമങ്ങൾ രാജ്യത്തിന് അപമാനം. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു സംഘടനയും ശ്രമിക്കരുത് എന്നും വിമർശനം. മോദി സർക്കാരിന്റെ ഭരണത്തിൽ രാജ്യത്ത് പുരോഗതിയുണ്ടായി. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ആക്രമണങ്ങൾക്കും പിന്നിൽ പാകിസ്ഥാൻ. ഭാഗവതിന്റെ പരാമർശം നാഗ്പൂരിൽ വിജയദശമി ദിനത്തോടനുബന്ധിച്ച് RSS സംഘടിപ്പിച്ച ചടങ്ങിൽ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2780 രൂപ, പവൻ 22,240 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.